നാടിനെ നടുക്കിയ നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി കേതൽ ജിൻസൺ രാജ കുറ്റക്കാരനാണെന്ന് വിധിച്ചു കോടതി. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻ കോടതി ജഡ്ജി കെ വിഷ്ണുവാണ് വിധി പ്രസ്താവിച്ചത്. സാത്താൻ പൂജയ്ക്കായി അമ്മയെയും അച്ഛനെയും സഹോദരിയെയും അടക്കം കൊലപ്പെടുത്തിയ കേസിൽ കേതൽ ജിൻസൺ രാജ മാത്രമാണ് പ്രതി. കുടുംബത്തോടുള്ള അടങ്ങാത്ത പകയാണ് പ്രതിയായ കേതൽ ജിൻസൺ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും ബന്ധുവിനെയും വെട്ടിക്കൊലപ്പെടുത്തുന്നതിലേക്കും പിന്നീട് മൃതദേഹങ്ങൾ ചുട്ടെരിക്കുന്നതിലേക്കും നയിച്ചത്. അച്ഛൻ പ്രൊഫസർ രാജ തങ്കം, അമ്മ ഡോക്ടർ ജീൻ പത്മം, സഹോദരി കരോളിൻ, ബന്ധുവായ ലളിത എന്നിവരാണ് കേതലിന്റെ ക്രൂരതയ്ക്കിരയായത്. പ്രതിക്കെതിരെ കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, മാരകായുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുക, വീട് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരുന്നത്. 2017 ഏപ്രിൽ 9 സംഭവം. ക്ലിഫ് ഹൗസിന് അടുത്തുള്ള വീടുകളിലൊന്നിന് തീപിടിച്ചുവെന്ന ഫോൺ സന്ദേശമാണ് പോലീസിനും ഫയർഫോഴ്സിനും ലഭിച്ചത്. ബെയിൻസ് കോമ്പൗണ്ടിലെ 117 നമ്പർ വീട്ടിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് കണ്ട നാട്ടുകാർ ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. പിന്നാലെ പോലീസും ഫയർഫോഴ്സും എത്തിയിരുന്നു. പ്രൊഫസർ രാജ തങ്കത്തിന്റെ വീട്ടിലെ വാതിൽ പൊളിച്ച് അകത്തുകടന്ന നാട്ടുകാരും പോലീസും കേരളത്തെ ഞെട്ടിച്ച കൊലപാതകം എന്ന കൊടും ക്രൂരതയുടെ സാക്ഷികളാവുകയായിരുന്നു. പിന്നീട് കത്തിക്കരിഞ്ഞതും പുഴുവരിച്ചതുമായ മൃതദേഹങ്ങൾ, നടുക്കുന്നതായിരുന്നു ആ കാഴ്ചകൾ. മരിച്ചിരിക്കുന്നത് രാജാ തങ്കവും ഭാര്യയും മകളും ബന്ധുവുമാണ്. മകനെ അവിടെ എങ്ങും കാണുന്നില്ല. പോലീസ് അനുമാനിച്ചത് ഇയാളാണ് കൊല നടത്തിയതെന്നാണ്. എന്നാൽ കൊല നടത്തിയ ശേഷം ചെന്നൈയിൽ ഒളിവിൽ പോയ കേതൽ ഒരാഴ്ചക്കകം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ പോലീസിന്റെ മുന്നിൽ തന്നെ പെടുകയായിരുന്നു. അറസ്റ്റ് ചെയ്ത പോലീസ് എന്തിനാണ് കൊലപാതകം നടത്തിയതെന്ന് ചോദിച്ചപ്പോൾ അവന്റെ ഉത്തരം കേട്ട കേരളത്തിന് ഭീതിയും കൗതുകവുമായിരുന്നു. തുടക്കത്തിൽ ആൾ പറയുന്നതൊന്നും തന്നെ പോലീസിന് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ പോലീസ് മനഃശാസ്ത്രജ്ഞരുടെ സഹായം തേടിയപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. മരണശേഷം തന്റെ കുടുംബാംഗങ്ങളുടെ ആത്മാവ് സ്വർഗത്തിലൂടെ പറക്കുന്നത് തനിക്ക് കാണണമെന്നായിരുന്നു അവൻ പറഞ്ഞത്. അതിനാണ് അവരെ കൊന്നുകളഞ്ഞത്. ഇതായിരുന്നു കേതൽ മനഃശാസ്ത്രജ്ഞർക്ക് നൽകിയ മറുപടി. ആദ്യം അമ്മയായിരുന്നു കൊന്നത്, കേതൽ പറഞ്ഞു. ഉച്ചയ്ക്ക് കമ്പ്യൂട്ടറിൽ താൻ വികസിപ്പിച്ചെടുത്ത ഗെയിം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവൻ തന്റെ അമ്മയെ മുകളിലത്തെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കമ്പ്യൂട്ടർ ടേബിളിന് മുന്നിലിരുത്തിയ അമ്മയെ മഴുവെടുത്ത് വെട്ടിക്കൊലപ്പെടുത്തി. മൃതദേഹം വലിച്ചെടുത്ത് മുകളിലെ ടോയ്ലറ്റിൽ കൊണ്ടുപോയിട്ടു. ഇതുപോലെ തന്നെ അച്ഛനെയും മുകളിലേക്ക് വിളിച്ചു. സമാന രീതിയിൽ തന്നെ കൊലപ്പെടുത്തി. അതുപോലെ തന്നെ പെങ്ങളെയും വിളിച്ചു വരുത്തി മഴുവിന് വെട്ടിക്കൊലപ്പെടുത്തി. അന്നു തന്നെ രാത്രി കണ്ണു കാണാത്ത 69 വയസ്സുള്ള വല്യമ്മ ലളിതയെയും കൊന്നു. അതിനുശേഷം ആ മൃതദേഹങ്ങളോടൊപ്പം 3 ദിവസം ആ വീട്ടിൽ താമസിച്ചു. വീട്ടിൽ ആളുകൾ ഉണ്ടെന്ന് കാണിക്കാനായി 5 പേർക്കുള്ള ഫുഡ് ഹോട്ടലിൽ നിന്നും വരുത്തിക്കുകയും ചെയ്തു. വേലക്കാരിയോട് എല്ലാവരും ബന്ധുവിന്റെ വീട്ടിൽ കല്യാണത്തിന് പോയതാണെന്നും അതുകൊണ്ട് കുറച്ച് ദിവസം ഇങ്ങോട്ട് വരേണ്ടെന്നും പറഞ്ഞു. 3 ദിവസത്തിന് ശേഷം രാത്രി അവൻ എല്ലാ മൃതദേഹങ്ങളും പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. അതിനുശേഷം നാട് വിടുകയും അവന്റെ ശരീരത്തിന്റെ ആകൃതിയിൽ ഡമ്മി ഉണ്ടാക്കി അവന് മരിച്ചെന്ന് കാണിക്കാനായി ആ ബോഡിയും കത്തിച്ചു. പിന്നീട് അങ്ങോട്ടുള്ള പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കേതൽ മൊഴി മാറ്റി. കുടുംബത്തിൽ നിന്നുള്ള അവഗണനയാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് അവൻ പറഞ്ഞത്. ഫിലിപ്പീൻസിലും ഓസ്ട്രേലിയയിലും +2 ശേഷം തുടർ പഠനത്തിന് അയച്ച കേതൽ കോഴ്സ് ഉപേക്ഷിച്ച് നാട്ടിൽ തിരിച്ചെത്തുകയായിരുന്നു. തന്നെ വെറും +2കാരനായും തൊഴിൽ രഹിതനായുമാണ് വീട്ടുകാർ കണ്ടത് എന്നും അതിനെ ചൊല്ലി വീട്ടിൽ താൻ അവഗണനയും അപമാനവും നേരിട്ടുവെന്നും പ്രതി പറഞ്ഞിരുന്നു. ഈ പകയാണ് കൊലപാതകത്തിലേക്ക് എത്തിച്ചതെന്നായിരുന്നു കേതലിന്റെ മൊഴി. സ്കീസോഫ്രീനിയ എന്ന മാനസിക രോഗമാണ് കേതലിനെന്ന് മനഃശാസ്ത്രജ്ഞരും പറഞ്ഞു. മാനസിക രോഗി എന്ന നില കണക്കിലെടുത്ത് കേതലിനെ ജയിലിൽ അടയ്ക്കുകയും അവിടെ നിന്ന് സഹതടവുകാരുടെ ഇടയിൽ നിന്നുണ്ടായ പ്രശ്നങ്ങളും അക്രമവും കാരണം ഇയാളെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ഇന്നും ഇയാൾ കേരളത്തിലെ ഒരു മെന്റൽ ഹോസ്പിറ്റലിലാണുള്ളത്. പുറമെ ഒരു ശാന്തനായ കേതൽ ആണ്. വളരെ ഇൻട്രോവേർട്ടുമാണ്. കേതൽ സമൂഹത്തിൽ നിന്ന് അകലം പാലിച്ച് വീടിന്റെ മുകളിലത്തെ നിലയിൽ ഗെയിമിങ്ങിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഴ്സിലും മുഴുകിയിരിക്കുന്ന ആളാണ്. വർഷങ്ങളായി ആ വീട്ടിൽ ഉണ്ടായിട്ടും അവനെ അയൽവാസികൾക്കോ നാട്ടുകാർക്കോ പോലും അറിയുകയുമില്ല. എന്നും നീലയും കറുപ്പും ടീഷർട്ട് മാത്രമേ ധരിക്കുകയുള്ളൂ. ആ വീട്ടിലെ വേലക്കാരി പറഞ്ഞ കാര്യമാണിത്. സമൂഹത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനത്ത് ജീവിക്കുന്നവരാണ് കേതലിന്റെ കുടുംബം. അച്ഛൻ പ്രൊഫസറും അമ്മ ഡോക്ടറും പെങ്ങൾ ചൈനയിൽ നിന്ന് MBBS പഠനം കഴിഞ്ഞു വന്ന കുട്ടിയുമായിരുന്നു. 2024 നവംബർ 13 കേസിന്റെ വിചാരണ ആരംഭിച്ചത്. 65 ദിവസം നീണ്ടുനിന്ന വിചാരണയ്ക്കിടെ 42 സാക്ഷികളെ വിസ്തരിച്ചിരുന്നു.
ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ 120ഓളം രേഖകളും 90ഓളം തൊണ്ടിമുതലുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കി. ദൃക്സാക്ഷികൾ ഇല്ലാതിരുന്ന ഈ കേസിൽ ശാസ്ത്രീയ തെളിവുകൾ മാത്രമാണ് അന്വേഷണ സംഘം ആശ്രയിച്ചത്. മഴുവിന് ആളുകളെ വെട്ടിക്കൊല്ലുന്ന ദൃശ്യങ്ങൾ യൂട്യൂബിൽ കണ്ടതും മഴു ഓൺലൈനിൽ നിന്ന് വാങ്ങിയതും പ്രധാന തെളിവുകളായി. കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ കേതൽ ദിവസങ്ങൾക്കകം പോലീസ് പിടിയിലാവുകയായിരുന്നു.